ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ സ്റ്റീൽ. ടാറ്റ സ്റ്റീൽ കഴിഞ്ഞ ദിവസം ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി 163 രൂപ 30 പൈസയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത്. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ഡിവിഡൻഡ് yield 2.20%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ടാറ്റ സ്റ്റീൽ 7%-നടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു. ചൈനയിൽ നിന്നുള്ള മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും സ്റ്റീലിനുള്ള ഡിമാൻഡും അതുപോലെ തന്നെ മെറ്റലിനുള്ള ഡിമാൻഡും വർദ്ധിക്കുകയാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് വരും സമയങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ടാറ്റ സ്റ്റീൽ. കഴിഞ്ഞ ദിവസം ടാറ്റ സ്റ്റീലിൻ്റെ Q4 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന ബിസിനസ് അപ്ഡേറ്റ് ആയതുകൊണ്ട് ഈ ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ടാറ്റ സ്റ്റീലിൻ്റെ ആനുവൽ ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ 20.8 മില്യൺ ടണ്ണായി ഉയർന്നു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 4% മുകളിലാണ്. ഇതാണ് ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ്. ഇനി 2024 ഫിനാൻഷ്യൽ ഇയറിലെ Q4 ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ 5.38 മില്യൺ ടണ്ണായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേബിൾ രീതിയിലുള്ള ഒരു ക്രൂഡ് പ്രൊഡക്ഷനാണ് 2024 ഫിനാൻഷ്യൽ ഇയറിലെ Q4 കമ്പനി നേടിയെടുത്തത്. അതേസമയം സ്റ്റീലിൻ്റെ ഡെലിവറിയിൽ 6% വർധനവ് ഇയർ ഓൺ ഇയറിൽ കമ്പനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ഡൊമസ്റ്റിക് ഡെലിവറിയിൽ 9%-ഓളം വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. 2024 ഫിനാൻഷ്യൽ ഇയറിലെ ക്രൂഡ് സ്റ്റീൽ ഡെലിവറി Q-to-Q 11%-വും ഇയർ ഓൺ ഇയറിൽ 5.41 മില്യൺ ടണ്ണായി ഉയരുകയും ചെയ്തു. ടാറ്റ സ്റ്റീലിൻ്റെ സബ്സിഡറി കമ്പനികളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ടാറ്റ സ്റ്റീൽ നെതർലാൻഡിൻ്റെ ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ 4.80 മില്യൺ ടണ്ണായി മാറി. അതേസമയം സെയിൽസ് 5.0 മില്യൺ ടണ്ണിലേക്ക് ഉയരുകയും ചെയ്തു. Q-to-Q കമ്പനിയുടെ ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ആകുന്നുണ്ട്. ഇനി UK സ്റ്റീൽ പ്ലാന്റിൻ്റെ പ്രൊഡക്ഷനിലും വർധനവുണ്ടായിട്ടുണ്ട്. UK സ്റ്റീൽ പ്ലാന്റിൻ്റെ 2024 ഫിനാൻഷ്യൽ ഇയറിലെ ആനുവൽ സ്റ്റീൽ പ്രൊഡക്ഷൻ 2.80 മില്യൺ ടണ്ണിൽ നിന്നും 3.02 മില്യൺ ടണ്ണായി ഉയർന്നു. Q-to-Q സ്റ്റീൽ ഡെലിവറിയിൽ 8%-ഓളം വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. ഇവിടെ കമ്പനിയുടെ ബ്രാൻഡഡ് പ്രോഡക്റ്റിനും മികച്ച റെസ്പോൺസ് ലഭിക്കുന്നുണ്ട്. ടിസ്കോൺ എന്ന കമ്പനിയുടെ ബ്രാൻഡഡ് പ്രോഡക്റ്റ് 2 മില്യൺ ടണ്ണിന് മുകളിലുള്ള സെയിൽസാണ് നടത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ഹോം ബയേഴ്സിനെയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഹോം ബിൽഡേഴ്സിനെയും ടാർഗറ്റ് ചെയ്ത് ടാറ്റ സ്റ്റീലിൻ്റെ മറ്റൊരു കമ്പനിയായ ആഷ്യാനെയും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ആഷ്യാനയുടെ റവന്യൂ 30% വർദ്ധിച്ച് 2240 കോടിയായി ഉയരുകയും ചെയ്തു. ടാറ്റ സ്റ്റീൽ എന്ന സ്റ്റോക്ക് റീസെൻ്റ്ലി 160 രൂപയ്ക്ക് അടുത്ത് ബ്രേക്കൗട്ട് നൽകിയതിനു ശേഷം 163 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്ക് 160 എന്ന ലെവൽ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. അതേസമയം 150, 140 തുടങ്ങിയ റേഞ്ചുകൾ ടാറ്റ സ്റ്റീലിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ആവാസ് ഫിനാൻസിയേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസവും ആവാസ് ഫിനാൻസിയേഴ്സിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷമുള്ള മാർക്കറ്റ് റിയാക്ഷൻ സെഷനിൽ ആവാസ് ഫിനാൻസിയേഴ്സ് എന്ന സ്റ്റോക്ക് ഇൻട്രാഡേയിൽ 20%-ഓളം ഉയർന്നു. 12.61 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 26.58. ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 9%-നടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു. ഇനി ആവാസ് ഫിനാൻസിയേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ആവാസ് ഫിനാൻസിയേഴ്സിൻ്റെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിലുണ്ടായ വളർച്ചയാണ്. ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 20%-ഓളം വളർച്ച കൈവരിച്ചു ഇയർ ഓൺ ഇയറിൽ. Q-to-Q ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിൽ 39%-ഓളം വളർച്ചയാണ് ഉണ്ടായത്. 18.9 ബില്യൺ രൂപയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റാണ് കമ്പനി നടത്തിയിരിക്കുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 22% വർദ്ധിച്ച് 173 ബില്യനായി ഉയർന്നിട്ടുണ്ട്. കൂടാതെ സ്റ്റോക്ക് മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിൽ ട്രേഡ് ചെയ്യുന്നു. 12 അനലിസ്റ്റുകളിൽ 14 അനലിസ്റ്റുകളും ആവാസ് ഫിനാൻസിയേഴ്സ് എന്ന സ്റ്റോക്കിനെ ബൈ ചെയ്യാനും 6 അനലിസ്റ്റുകൾ ഹോൾഡ് ചെയ്യാനും 2 അനലിസ്റ്റുകൾ സെൽ ചെയ്യാനുമാണ് ആവശ്യപ്പെടുന്നത്. ഇനി ആവാസ് ഫിനാൻസിയേഴ്സിന് സിറ്റി ഗ്രൂപ്പ് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകി. കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 22% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് 1830 രൂപയുടെ ടാർഗറ്റ് സിറ്റി ഗ്രൂപ്പ് ആവാസ് ഫിനാൻസിയേഴ്സിന് നൽകിയിരിക്കുന്നത്. ഇനി കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും അതുപോലെ തന്നെ റിട്ടേൺ ഓൺ അസറ്റും ഇംപ്രൂവ് ആകാൻ സാധ്യതയുണ്ടെന്ന് സിറ്റി ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നു. ആവാസ് ഫിനാൻസിയേഴ്സ് കൂടാതെ സിറ്റി ഗ്രൂപ്പ് ബൈ എന്ന റേറ്റിംഗ് നൽകിയ മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ബജാജ് ഫിനാൻസിന് ബൈ എന്ന റേറ്റിംഗും 8,975 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നിലെ പ്രധാന കാരണം ലോൺ ബുക്കിലുണ്ടായിരിക്കുന്ന വളർച്ചയും ഡെപ്പോസിറ്റ്സിലുണ്ടായിരിക്കുന്ന വളർച്ചയുമാണ്.
മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ മാക്രി HDFC ബാങ്കിന് ബൈ എന്ന റേറ്റിംഗും 2000 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. മാക്രിയുടെ റിപ്പോർട്ട് പ്രകാരം സ്റ്റോക്ക് ഇപ്പോൾ കൺസോൾട്ടേഷൻ ഫേസിലാണ്. കൺസോൾട്ടേഷൻ ഫേസിൽ വേണം നമ്മൾ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ. കോർപ്പറേറ്റ് ലോൺ ഗ്രോത്ത് കുറഞ്ഞതും അതേസമയം റീറ്റെയിൽ ലോൺ ഗ്രോത്തിൽ ഏകദേശം 100% കമ്പനി വളർച്ച കൈവരിച്ചതിൻ്റെയും പശ്ചാത്തലത്തിലാണ് HDFC ബാങ്കിന് 2000 രൂപയുടെ ടാർഗറ്റ് മാക്രി നൽകിയിരിക്കുന്നത്. ഇനി സിറ്റി ഗ്രൂപ്പ് സെൽ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഡാബർ ഇന്ത്യ. ഡാബർ ഇന്ത്യക്ക് സെൽ എന്ന റേറ്റിംഗും 500 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. മുമ്പ് 520 രൂപയുടെ ടാർഗറ്റായിരുന്നു ഡാബർ ഇന്ത്യക്ക് നൽകിയിരുന്നത്. ഇവിടെ സ്പെൻഡിങ് വർദ്ധിച്ചതിൻ്റെയും ഇൻഫീരിയർ മിക്സിൻ്റെയും പശ്ചാത്തലത്തിൽ ക്വാർട്ടർലി റിസൾട്ട് മോശമാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഡാബർ എന്ന സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗ് നൽകിയത്. ആവാസ് ഫിനാൻസിയേഴ്സ് എന്ന സ്റ്റോക്ക് 1380 എന്ന സപ്പോർട്ടിൽ നിന്നും ഇപ്പോൾ 1598 അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും 1600, 1800 തുടങ്ങിയ ടാർഗറ്റുകളാണ് ആവാസ് ഫിനാൻസിയേഴ്സിൽ നിന്നും ഫോക്കസ് ചെയ്യേണ്ടത്. 1425 രൂപ സ്റ്റോക്കിൻ്റെ പ്രധാന സ്റ്റോപ്പ് ലോസായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്